ഞാനിവിടെ എറണാകുളത്ത് കാറില്. ആണോ? പിന്നെ ഒരു ചെറിയൊരു ഹെൽപ്പാണ്. എനിക്കൊരു 4 ലക്ഷം രൂപ ഉണ്ടാവും അർജന്റായിട്ട് എടുക്കാൻ. എന്ത് പറ്റി? എനിക്ക് ഭയങ്കര അർജന്റായിട്ട് നിൽക്കുക. ഇപ്പൊ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഇതുണ്ടാവോ? ട്രാൻസ്ഫർ ചെയ്യാൻ ഫോണില് ബാങ്കിന്റെ ആപ്പ് മതിയല്ലോ. ഇപ്പൊ എന്താ ആവശ്യം? എന്ത് പറ്റി? ഒന്ന് ഗോവയിൽ പോകാൻ, അവിടെ ഒരു കസീനോയില്. ഗോവയിൽ കസീനോ ഇല്ല? ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും റെഡി ആയി നിൽക്കുക. സ്കൂളിലുള്ള ഫ്രണ്ട്സ് ആണ്. ഞാൻ ഇപ്പൊ ചോദിക്കാൻ വന്നത് നിന്റെ ഫ്രണ്ട്സ് നമ്മളല്ലേ? ഗോവയിൽ പോണേ ചുമ്മാ ഒരു ട്രിപ്പ് അല്ലേ, ഒരു ബാച്ചിലേഴ്സ് ട്രിപ്പ്. കല്യാണമൊക്കെ ആവാറാവില്ല. അങ്ങനെ നൂറിന് താല്പര്യം ഉണ്ടോ ഈ ട്രിപ്പിന്? നൂറിനോടൊന്നും പറഞ്ഞിട്ടില്ല. നൂറിനോട് പറയാതെ പോകുന്ന ട്രിപ്പിന് ഞാൻ നിന്നെ സഹായിക്കില്ല. സമ്മതിച്ചിട്ടുള്ള ട്രിപ്പിനാണ് ഞാൻ. ഹലോ ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. വേറൊരാളും കൂടെ ഉണ്ട്. അയ്യോ, തല്ലരുത് കേട്ടോ. ഈ ഐഡിയയുടെ കേരളത്തിലെ കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. തല്ലരുത് തന്നെ. തല്ലില്ലെന്ന് ഉറപ്പ്. ഫോണിന്റെ അപ്പുറത്താണല്ലോ എന്റെ തല്ലല്ലോ ഇരിക്കുന്നത്. അല്ല, അടിയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം എനിക്ക് മാറിയിട്ടില്ല ഇതുവരെ. അടിയുടെ പ്രൊമോഷൻ സമയത്ത് അതല്ലേ. 4 ലക്ഷം പക്ഷെ എന്നോട് ഫൈൻ പറഞ്ഞു, ഒരു 1 ലക്ഷം രൂപയാണ് ചോദിക്കണെന്നുണ്ടെങ്കിൽ അഹാന 101% ഇപ്പൊ അക്കൗണ്ട് നമ്പർ വാങ്ങിച്ചിട്ട് തരുമെന്ന്. അല്ല, 4 ലക്ഷം രൂപയാണെങ്കിലും ഞാൻ കൊടുക്കും. പക്ഷെ ഞാൻ അറിയാം, കസീനോയിൽ പോവാൻ ഞാൻ കൊടുക്കും. അത് ചോദിക്കാനുള്ള ധൈര്യം ഭയങ്കരമില്ല. മറ്റേ ഗോവയിൽ കസീനോട് സ്പെല്ലിംഗ് അറിയണോ നിനക്ക്? കിട്ടി. ഓക്കെ, അപ്പൊ ഏതായാലും ഫൈൻ പറഞ്ഞു. വളരെ എന്താ പറയാ, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് നൽകുന്ന വളരെ ഉദാരമതിയായ സുഹൃത്താണ് അഹാന. അദ്ദേഹം അഹാന പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ജനങ്ങൾ കൊടുത്തേക്കാം. ശരി, ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയിപ്പോ കല്യാണാണെന്ന് പറഞ്ഞ് വിളിച്ചാലും അഹാന 2 തവണ ആലോചിക്കുമോ എന്തോ. നൂറിനെ കൂടെ വിളിച്ചു ചോദിക്കും. ഇതെന്താ ആവശ്യം? അപ്പൊ ഏതായാലും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹണിമൂൺ എങ്ങോട്ടാ? പ്ലാൻ ചെയ്തിട്ടില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ കുറച്ച് 3-4 ചോയ്സസ് ഒക്കെ വന്നിട്ടുണ്ടോ? കുറെ പേരിങ്ങനെ ഓരോ സ്ഥലമൊക്കെ പറയുന്നുണ്ട്. പോയവരുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. മോൾഡീവ്സ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ പോകുന്നതാണ്. എല്ലാരും പോയി ഫോട്ടോ കണ്ട് ഞങ്ങൾ അവിടെ പോയ പോലെ തന്നെയായി. എല്ലാവരും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാം ഈ സ്ഥലമൊക്കെ. ഇപ്പൊ നമ്മൾ മറ്റൊരു റൗണ്ടിലേക്ക് കിടക്കാണ്. നൂറിനെ ഇപ്പൊ ഫൈമിന് നന്നായിട്ട് അറിയാലോ. ഏത് ഇരുട്ടത്ത് കണ്ടാലും തിരിച്ചറിയും അല്ലേ? അങ്ങനെയൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഞാനിപ്പോ ഫൈമിന് കണ്ണ് കെട്ടിയിട്ട് 3 പെൺപിള്ളേരെ, നൂറിനടക്കം 3 പേരെ ഇങ്ങനെ നിരത്താൻ പോവാ. ഇരുട്ടത്ത് കൈ മാത്രം തൊട്ട് നോക്കിയിട്ട് അത് ഏതാണ് നൂറിൻ, അതിലേതാണ് നൂറിൻ എന്ന് പറയണം.